ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് ഭാമ ബ്ലോക്കില് സഹായത്തിനായി ചെന്നിരിക്കുകയാണ്. അപ്പൊ അവര് പറയും അതിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബശ്രീ ഹോട്ടലിൽ നടത്തുന്ന ശാരദയാണ്. അവരെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ഒരു അപേക്ഷയായിട്ട് വന്നു കഴിഞ്ഞാല് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഫണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇത് കേൾക്കുമ്പോ തന്നെ ഭാമ ഞെട്ടും, മുഖത്ത് ദേഷ്യവും വരിക. അങ്ങനെയാൾ പറയും പക്ഷെ അവരുടെ സമ്മതം വേണം. ഭാമ പറയും അല്ല അത് പിന്നിപ്പോ അപ്പൊ ആ സാറ് പറയും അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ആ വഴിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ സർക്കാരിന്റെ സഹായം അല്ലാതെ മറ്റെന്തെങ്കിലും പണി നോക്ക്. അല്ലെങ്കിൽ തന്നെ ഈ സർക്കാർ ഫണ്ടൊക്കെ ഉപയോഗിക്കുന്നത് തീരെ ദാരിദ്ര്യം പിടിച്ചവനാ. അവർക്ക് വേണ്ടിയാ. അവരെ കൂടെ താഴെ തട്ടിൽ നിന്നും കൈപിടിച്ച് ഉയർത്തി മറ്റുള്ളവർക്കൊപ്പം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതുപോലത്തെ ഫണ്ടും ഇത് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ. ശാരദാ കാര്യത്തിൽ ഞങ്ങളുടെ ക്ലീൻ ചാർട്ടിലെ ഇടം നേടിയ സ്ത്രീയാണ്. ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചു വന്നൊരു സ്ത്രീ ആയതുകൊണ്ട് അവരിൽ നിന്നത് വഴി മാറ്റി വിട്ടാലേ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരും. ഇവിടെ സത്യഭാമ എന്ന നിങ്ങൾ അവരെക്കാളും കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരാളും ചോദ്യം ചെയ്യില്ല. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. അപ്പോ പിള്ളച്ചേട്ടൻ പറയും കാഴ്ചയിൽ ഈ പകിട്ടേ ഉള്ളൂ സാർ, സാമ്പത്തികപരമായിട്ട് വട്ടപൂജത്തിൽ നിൽക്കാണ് സാർ. ഇങ്ങനൊരു സാധ്യത അറിഞ്ഞിട്ട് അതിൽ പ്രതീക്ഷ അർപ്പിച്ചു വന്നിരിക്കുക, നിരാശരാക്കി മടക്കി അയക്കരുത്. അപ്പൊ സാറ് പറയും എടോ കാഴ്ചയിൽ ഈ പകിട്ട് തന്നെ എവിടെയും പ്രശ്നം. ഇതിപ്പോ സത്യഭാമയെ പോലുള്ളവര് ഇങ്ങനൊരു പ്രവൃത്തിയായിട്ട് മുന്നോട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ പറയും ഇവർക്ക് ഇതിന് എന്നാത്തിന്റെ കേടാണെന്ന്. നമ്മുടെ നാട്ടുകാരല്ലേ ഇതും പറയും ഇതിനപ്പുറവും പറയും. അതൊന്നും വേണ്ട, കാഴ്ചയിൽ അംഗവൈകല്യം ഇല്ലാത്ത ആളെ ലോട്ടറി ടിക്കറ്റ് വിറ്റ് നടക്കുമ്പോ ആൾക്കാർ ചോദിക്കും ഇവന് വേറെ പണിയൊന്നുമില്ലേ, അധ്വാനിച്ച് നടന്നൂടെ. ഒരുപക്ഷെ ഈ ടിക്കറ്റുമായിട്ട് വരുന്നവനെ ഒരു ഹൃദയരോഗിയായിരിക്കാം, അതുകൊണ്ട് പണി ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊന്നും ജനം അറിയുന്നില്ലല്ലോ. 10 ദിവസമായിട്ടെങ്കിലും പട്ടിണി കിടക്കുന്നവരെ കണ്ടാലേ ഇന്നത്തെ ആൾക്കാരെ പിച്ചക്കാർക്കാണെങ്കിലും 10 പൈസ കൊടുക്കുള്ളൂ. ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയാം. സത്യഭാമയെ പോലെ ഒരു സ്ത്രീക്ക് സർക്കാർ ഫണ്ടിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ 10 പൈസ ഞാൻ കൊടുക്കില്ല. അത് ഈ കാഴ്ചപ്പാടിൽ നിന്നും ഉണ്ടാവുക തന്നെയാ. ഭാമയ്ക്കും ഞങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യണം, നിക്കണോ പോണോ, കാര്യം നടക്കുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പൊ അയാള് പറയും ഞാൻ പറഞ്ഞില്ലേ ഇത് പാവപ്പെട്ടവർക്കുള്ള പണമാണ്, ഇത് ഉപയോഗിച്ച് രക്ഷപ്പെടേണ്ടത് അവര് തന്നെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ശാരദയുടെ സമ്മതം വാങ്ങിച്ചു വരും, ഞാൻ ഫണ്ട് ശരിയാക്കി തരാം. അല്ലാണ്ട് വളഞ്ഞ മാർഗത്തിലൊന്നും ഞാൻ നടത്തേയില്ല, അതിന് കൂട്ടി നിക്കത്തുമില്ല. ഭാമറൻ പിള്ളേ നമുക്ക് പോകാം. പോകാൻ തുടങ്ങുമ്പോ അയാള് പറയും ഒന്ന് നിന്നേ എന്ന് പറയുമ്പോ ഭാമ തിരിഞ്ഞു നോക്കുക. അപ്പൊ അയാളുണ്ടാവും അയാളുടെ കാലെടുത്ത് ആ കാലിന്റെ മുകളിൽ കയറ്റി വെക്കുന്നേ. എന്നിട്ട് പറയും വകുപ്പുണ്ടാക്കാൻ ഇറങ്ങിയിട്ടല്ല, ഞാൻ നോക്കിക്കഴിഞ്ഞാ എന്ത് നടത്തിക്കൊണ്ട് പോകാനുള്ള ഫണ്ട് നിങ്ങൾക്കുണ്ട്. ശാരദ പോലും അറിയാതെ ഇത് നിങ്ങളുടെ പേരിലേക്ക് ആജീവനാന്തമുള്ള നടത്തിപ്പ് അവകാശം കിട്ടുകയും ചെയ്യും. പക്ഷെ ഞാൻ ചെയ്യില്ല. 1 രൂപ പോലും ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുമില്ല. ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ ഗതികേടില്ലേ, ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ഞാനും. പണ്ട് ജോലി ഇല്ലായിരുന്ന സമയത്തെ എന്റെ അച്ഛൻ പണ്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ വെറും ഒരു 5000 രൂപ ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അറിയോ, നിങ്ങളുടെ ഓർമ്മയിൽ അത് കാണില്ലായിരിക്കും, പക്ഷെ എന്റെ ഓർമ്മയിലെ മങ്ങാതെയും മായതയും അത് ഇപ്പോഴും അങ്ങനെ കിടപ്പുണ്ട്. അവിടെ 5000 പണത്തിന് തരണമെങ്കിൽ ഈട് വെക്കണമെന്നും പ്രമാണം കാണിക്കണമെന്നും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീടിന് മുന്നിൽ എന്നെ പിടിച്ചു നിർത്തി. ഒടുവിൽ പണം ഇല്ലെന്ന് പറഞ്ഞ് എന്നെ മടക്കി അയക്കുകയും ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ഈ പേരും മുഖവും ഞാൻ എന്റെ മെമ്മറിയിൽ തന്നെ കുറിച്ചിട്ടു, ഒരവസരം വരുമ്പോ ഉപയോഗിക്കാൻ. ഇതിപ്പോ ആ അവസരമാണ്, ഞാനത് ഭംഗിയായി ഉപയോഗിക്കും. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലം വരെ ഇവിടുന്ന് ഒരു 10 പൈസ നിങ്ങൾക്ക് കിട്ടില്ല. ഒരു മനുഷ്യന്റെ അഹങ്കാരത്തിനും അഹന്തയ്ക്കും ഈശ്വരൻ നൽകുന്ന തിരിച്ചടിയാണ്. ഇതെല്ലാം ഇവിടുന്ന് മേടിച്ചു കൂട്ടാതെ നിങ്ങൾക്ക് ഈ ഭൂമി വിട്ട് പോവാനും പറ്റില്ല. ഇതൊരു തുടക്കം മാത്രമാ, ഒരു സാമ്പിൾ. ഇനി വരാനിരിക്കുന്നതെല്ലാം എല്ലാം നേരിടാനുള്ള കരുത്ത് വാങ്ങിച്ചോ, അതേ ഇനി വഴിയുള്ളൂ എന്ന് പറയുമ്പോ ഭാമ അതൊന്നും കേട്ട് മൈൻഡ് ചെയ്യാതെ ആ ചെയറിൽ 2 അടിയടിച്ചിട്ട് അവിടുന്ന് പോവാണ്. പിള്ളച്ചേട്ടനും നല്ല ദേഷ്യമാവുന്നുണ്ട്. അവിടുന്ന് പോകും. ആ റൂമിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അയാൾ പറയും സഹായം ചോദിച്ചു വന്നിരിക്കുന്നു. അവര് തിരിഞ്ഞു നോക്കുമ്പോ അയാളേക്കും എന്താ നോക്കുന്നത്, ഇറങ്ങിപ്പോ ഇവിടുന്ന്, ഒരു സത്യഭാമ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കാണ് ഭാമേനെ അവിടുന്ന്. ഭാമ കരയുന്നൊന്നുമില്ല, ദേഷ്യത്തിന്റെ അയാളെ നോക്കി അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ശാലിനിയെ ഡോക്ടർ പരിശോധിക്കുക. ഈ സമയം അങ്ങോട്ട് സുസ്മിത വരുന്നുണ്ട്. എന്തോ കാണാനായിട്ട് വരുന്നതാണ്. കൂട്ടത്തില് കയ്യിലെന്തോ പാക്കറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഇതേ സമയം ഡോക്ടർ അവിടെ പരിശോധിക്കുമ്പോ പറയും ബെറ്റർ ആയിട്ടുണ്ട്, 2 ദിവസത്തിനുള്ളില് ഡിസ്ചാർജ് ചെയ്യാം. ശേഷം കുറച്ച് മെഡിസിൻ കൂടെ എഴുതി കൊടുത്തിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞ് ശാരദാമ്മ പറയും മോളെ ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അവിടെ നിന്ന് പോകുക. അങ്ങനെ ശാലിനി ഇങ്ങനെ അവിടെ കിടക്കുക. അപ്പോഴായിരിക്കും സുസ്മിതയുടെ എൻട്രി. സുസ്മിതയെ കാണുന്നതും ശാലിനി മുഖം തിരിക്കും. സുസ്മിത ശാലിനിയെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് വരിക. ലക്ഷണത്വ കൊമ്പൻ നിന്നാലും കാഴ്ച, ചെരിഞ്ഞാലും കാഴ്ച എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ആ സർക്കാർ ഉദ്യോഗസ്ഥ, അതായത് കളക്ടർ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന അതൊന്നും വേറെ തന്നെയാ. ശാലിനി റിസപ്ഷനിൽ വന്ന് കളക്ടർ എന്ന് പറഞ്ഞില്ല, ഒരു നേഴ്സ് ഇറങ്ങി വന്ന് ദാ വാതിലിനടുത്ത് വരെ എന്നെ കൊണ്ടാക്കി. കുത്തു കൊണ്ടാലെന്താ, രാജകീയ പരിഗണനയല്ലേ
ഇവിടെ കളക്ടർക്ക് കൊടുക്കുന്നത്? എല്ലാ സാധാരണക്കാരും കരം കൊടുക്കുന്ന ക്യാഷാ. അനുഭവ യോഗം തന്നെ. ശാലിനി ഒരു നിനക്കൊരു കൈ നോക്കായിരുന്നു, ഇങ്ങനെ ഒന്ന് കിടക്കായിരുന്നല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടുവന്ന് കിടത്താൻ നമുക്കങ്ങനെ കൊമ്പത്തെ ശത്രുക്കളൊന്നും ഇല്ലെന്നേ. പിന്നെ ഇങ്ങനെ കിടന്നാലും സർക്കാർ ചെലവിൽ സംരക്ഷിക്കാൻ ആളുമില്ല എന്നൊക്കെ അവിടെ ഇരുന്ന് വെക്കുമ്പോ ശാലിനിക്കും എന്താ പിന്നെ എഴുന്നള്ളിയത്? ചത്തോ ജീവിച്ചോന്ന് അറിയാവുന്നതാണോ? ഏൽപ്പിച്ചവന്റെ ഉന്നം കൃത്യമായില്ല, അതുകൊണ്ട് ജീവൻ പോയില്ല. സുസ്മിതോരൻ കുത്തിയവനെ നന്നായിട്ട് അറിയായിരിക്കും നിന്നെ കൊല്ലണോ അതോ പാതി ജീവനാക്കണോന്ന്. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് സന്തോഷിച്ചോ? സത്യം പറയല്ലോ, ഞാൻ സന്തോഷിക്കുന്നുണ്ട്. നീ രക്ഷപ്പെട്ടു വന്നതില്. നേർക്ക് നേർന്ന് നേരിടാൻ ആരെങ്കിലൊക്കെ വേണ്ടി ശാലിനി, അതും ഒപ്പത്തിനൊപ്പം പോന്നവര്. ശത്രുക്കൾ എത്രത്തോളം പ്രബലരാകുന്നോ അത്രത്തോളം തന്ത്രങ്ങളുടെ ശക്തി കൂടുന്നല്ലേ. എന്റെ ശക്തി ഒരല്പം കൂടട്ടെ, നിന്റെ ബുദ്ധിക്കൊപ്പം പിടിച്ചു നിൽക്കാൻ എനിക്കല്പം ശക്തിയെങ്കിലും വേണ്ടേ? ശാലിനി പറയും, എനിക്കറിയായിരുന്നു കുത്തിയവന് വേണ്ടത് എന്റെ ജീവനല്ലായിരുന്നു എന്ന്. എന്നെ കുറച്ചു ദിവസം കിടത്തണം. അവന് കൊട്ടേഷൻ കൊടുത്തവരും പറഞ്ഞയച്ചത് അങ്ങനെ തന്നെയായിരിക്കും. സർവീസിൽ നിന്ന് കുറച്ചു ദിവസം ഒന്ന് മാറ്റി നിർത്തുക, അതവൻ ഭംഗിയായിട്ട് നിർവഹിച്ചു. അപ്പോ സുസ്മിത പറയും, ഇത് ആക്ച്വലി ഞാൻ എന്റെ മിട്ടുവിനെ ഫുഡ് വാങ്ങിക്കാൻ ഇറങ്ങിയതാ. ഇതാ കുറച്ച് ആപ്പിളും മുന്തിരിയും. പിന്നെ മിട്ടുന്നും പറഞ്ഞതേ എന്റെ വീട്ടിലെ പട്ടിയാ കേട്ടോ, പക്ഷെ അവള് ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഭയങ്കര വാശിക്കാരിയാ. ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര നിർബന്ധം അവൾക്ക്. ഈ ലോക്കൽ ഭക്ഷണം കഴിച്ചാൽ അവള് വോമിറ്റ് ചെയ്യും. അപ്പോഴാ ജഗദീപ് പറഞ്ഞതേ പട്ടിക്ക് ഫുഡ് വാങ്ങിക്കുന്ന ഷോപ്പിന്റെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഷാലിനി പോർലേറ്റ് കിടക്കുന്നേന്ന്. പിന്നെ അവിടുന്ന് തന്നെ കുറച്ച് ഓറഞ്ചും ആപ്പിളും മുന്തിരിയൊക്കെ അങ്ങ് വാങ്ങിച്ചു. ഒന്ന് കണ്ടേക്കാന്ന് കരുതി, ഒരു ഫോർമാലിറ്റിക്ക്. ശാലിനി മുഖത്തും നോക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. എന്നാ നല്ല ദേഷ്യമുണ്ട്. അപ്പോഴായിരിക്കും അങ്ങോട്ട് ശാരദാമ്മ വരുന്നത്. സുസ്മിതയെ കാണുന്നതും ശാരദാമ്മ അങ്ങ് ഞെട്ടിപ്പോവും. സുസ്മിത പറയും, ശാരദാമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതിയത് എന്ത് കളിയാന്ന്. കുത്തു കണ്ടു കിടക്കുന്ന ശാലിനിയുടെ അടുത്ത് കൂട്ടായി കിടക്കാൻ ആരുമില്ലല്ലോ എന്ന്. ഭർത്താവ് വിഷ്ണുവിനെ സത്യഭാമ വരച്ച ലക്ഷ്മണരേഖയ്ക്ക് ഇപ്പുറം കിടക്കാൻ പറ്റാത്തത് കൊണ്ട് കളക്ടർ ശാലിനിയെ ഓഫീസ് ഫയലും കണി കണ്ടുകൊണ്ട് കിടക്കായിരിക്കുന്നു ഞാൻ കരുതിയത്. ശാരദ പറയും, ഇത്രയും നേരം വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വിഷ്ണു തന്നെയാ. ഞാനിപ്പോ വീട്ടിലേക്ക് പോകും. പിന്നെ ഇവിടെ ശാലിനിക്ക് കൂട്ടായിട്ട് നിൽക്കുന്നത് വിഷ്ണു തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ ഭാര്യ കിടക്കുമ്പോ സഹായത്തിന് നിൽക്കേണ്ടത് ഭർത്താവല്ലേ? അങ്ങനെ. പക്ഷെ അതിന് അമ്മായിമ്മ കൂടി അംഗീകരിച്ചു തരണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞ വിഷ്ണുവിന്റെ അമ്മ. പിന്നെ എങ്ങനെ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലൊക്കെ നന്നായി പോകുന്നുണ്ടോ? മകൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ആ തട്ടുകടയൊക്കെ പൂട്ടിക്കെട്ടി വീട്ടിലിരുന്ന് വിശ്രമിക്കേണ്ട സമയമായി. ശാരദാമ്മ പറയും, വെറുതെ ഇരുന്ന് തിന്നാ പിത്തം പിടിക്കും മോളെ. മാത്രമല്ല, ഒരു പണിയില്ലെങ്കില് മറ്റുള്ളവരുടെ ജീവിതത്തില് നുഴഞ്ഞു കയറാൻ നടക്കുന്നവരെ പോലെ ഞാനും നടക്കേണ്ടി വരും. ശാലിക്ക് ചിരി വരുന്നുണ്ട്, സുസ്മിതയ്ക്ക് ദേഷ്യവും. അങ്ങനെ ശാരദ പറയും, ഇതാകുമ്പോ പിന്നെ അപ്രാക്ക് കിട്ടുകയില്ല, 10 രൂപ കയ്യിൽ കിട്ടുകയും ചെയ്യും. സുസ്മിതയ്ക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പറ്റൂല. ശാലിനിക്ക് അങ്ങ് ചിരി വരും. സുസ്മിത പറയും, നാവിനങ്ങ് ബലം വെച്ചിട്ടുണ്ട്. ഇവരുടെ ബലത്തിലാണ് ഈ നാവാടുന്നതെങ്കിൽ മോളുടെ അവസ്ഥ ഉണ്ടല്ലോ. നിങ്ങൾ ഇതുപോലെ കിടന്നാ അവിടെ കിടക്കത്തേ ഉള്ളൂ, പിന്നെ എണീക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ശാലിനിക്ക് ദേഷ്യം വരും. സുസ്മിത, മതി നിന്റെ ടോക്ക് ഷോ. ഒന്നാളാവാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. പിന്നെ എന്റെ പരിക്ക് കണ്ടുകൊണ്ട് ആനന്ദിക്കാനും. പക്ഷെ വന്ന് കണ്ടപ്പോ മനസ്സിലായി നീ ഉദ്ദേശിച്ച പരിക്കൊന്നും എനിക്ക് ഏറ്റിട്ടില്ലെന്ന്. അതിന്റെ നെഗളിപ്പാ നീ ഇവിടെ നടത്തിയ പട്ടിഷോ. എന്തായാലും പൊട്ടിക്കാൻ കൊണ്ടുവന്ന ബോംബ് പൊട്ടിക്കാൻ സാധിക്കാത്ത സ്ഥിതിക്ക് അടുത്ത ഏതെങ്കിലും ചവിറ്റുകൊട്ടയിലിട്ട് പോകാൻ നോക്കടി. അതിൽ സുസ്മിത ഡി എന്ന് വിളിക്കുമ്പോ ശാലിനി പറയും, ദേ പോടി. സുസ്മിത പറയും, പൊക്കോളാം, അല്ലെങ്കിൽ നിനക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടിയല്ല വന്നത്. പക്ഷെ നമ്മൾ വീണ്ടും കാണും. അന്ന് ഇതിനെല്ലാം ചേർത്ത് ഞാൻ നിനക്കൊരു മറുപടി തരും. അത് നിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു മറുപടി ആയിരിക്കും. മനസ്സിലായോടി എന്ന് പറഞ്ഞേ സുസ്മിത അവിടുന്ന് പോകും. ശാലിനി മൈൻഡേ ചെയ്തിട്ടില്ല. ഡോറിന്റെ അവിടുന്ന് പുറത്തിറങ്ങാൻ നേരത്തെ ശാലിനി വിളിക്കും, ഡി നിന്റെ മീട്ടുപട്ടിക്ക് ഫുഡ് വാങ്ങിയ സ്ഥലത്തുനിന്ന് വാങ്ങിച്ച ഫ്രൂട്ട്സ് അല്ല, അത് നീ തന്നെ അങ്ങ് തിന്നാ മതി. ഞാനേ അത്രയ്ക്ക് ഹൈജീനിക് അല്ല. എടുത്തോണ്ട് പോടി, അല്ലെങ്കിൽ നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് വലിച്ചെറിഞ്ഞ് തരും ഞാൻ. അപ്പൊ സുസ്മിത അത് വന്ന് എടുത്തിട്ട് പറയും, അല്ലെങ്കിലും നിന്നെ കൊണ്ട് ഇത് തീറ്റിക്കാനുള്ള ഉദ്ദേശം എനിക്കില്ലായിരുന്നു. വീട്ടിലെ മറ്റു 2 പട്ടികളുണ്ടല്ലോ, അവർക്ക് കൊടുത്തോളാം ഞാൻ. കേട്ടോടി കളക്ടർ. ഇത് കേൾക്കുമ്പോ ശാലിനി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കും. സുസ്മിതയും ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടേ അവിടുന്ന് പോവാണ്. ശാരദ നോക്കും, മോളെ ഇവളോ ചന്ദ്രബോസും കൂടി തന്നെയായിരിക്കോ നിന്നെ ഇങ്ങനെ കിടത്തിയത്? ശാലിനി പറയും, അവരുടെ കൂടെ ഇപ്പൊ മറ്റു 2 പേരുകൾ കൂടി ഉണ്ട് അമ്മ. ഉപേന്ദ്രൻ പിന്നെ രോഹിത്. ആരും ആവാം ഇവർ, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമ തിരിച്ച് ബ്ലോക്കിൽ നിന്ന് പോരാണ്. ഒരു ഓട്ടോറിക്ഷയിലാണ്. പിള്ളച്ചേട്ടനും കൂടെ ഉണ്ട്. അവിടെ നടന്ന സംഭവങ്ങളാ ഭാമ ഇങ്ങനെ ആലോചിക്കുന്നത്. പിള്ളേ, അയാൾ പറഞ്ഞതെല്ലാം ശരിയാ. എനിക്കിപ്പോ തിരിച്ചടികളുടെ കാലം. ചെയ്തതിനൊക്കെ ചെന്ന് ഓടിയിട്ട് പണി വാങ്ങിക്കുന്ന കാലം. എവിടെ ചെന്നാലും ഒരു തടസ്സം. പിള്ളച്ചേട്ടൻ പറയും, അയാള് പറഞ്ഞൊന്നും സത്യാമ്മ കാര്യാക്കണ്ട, നമുക്ക് എന്തെങ്കിലും വേറെ വഴി നോക്കാം. ഒരു വഴി അടഞ്ഞാല് 9 വഴികൾ തുറക്കുന്നല്ലേ. ഭാമറിയും, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ആ 9 വഴിക്കും തടസ്സം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ബ്ലോക്കിലെ ഉദ്യോഗസ്ഥനെ പോലെ ആരെങ്കിലും ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ചെന്നപ്പോഴേ അയാൾക്ക് എന്നെ മനസ്സിലായി പിള്ളേ. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അയാൾ ഫണ്ട് തരില്ലെന്ന് പറഞ്ഞത്. പിള്ളച്ചേട്ടൻ പറയും, സത്യമേ നമ്മൾ പിച്ചവെച്ച് നടക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 1-2 വീഴ്ചകൾ വരണം, എന്നാലേ പിന്നീടുള്ള നടത്തത്തിന് ബലം വരൂ. തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ട് പോവാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക. തടസ്സങ്ങളല്ല അവിടെ നിന്ന് നീക്കി തരും. അപ്പൊ ഭാമ, ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പേരുകൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അയാൾ ശ്രമിച്ചത്. ഞാൻ ശാരദയുടെ
കാല് പിടിക്കണമെന്ന്, ഈ സത്യഭാമ കാല് പിടിക്കണം, അതും ശാരദയുടെ. അതിനെ സത്യഭാമ മരിക്കണം. പിള്ളച്ചേട്ടൻ പറയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ അയാളൊരു വഴി പറഞ്ഞേ ഉള്ളൂ, അത് നമുക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പിന്നെ ഈ ബിസിനസ് സത്യാമ്മ ചെയ്യണമെന്നാണ് വിധിയെങ്കിൽ അത് നടന്നിരിക്കും. അതിപ്പോ ആര് തടസ്സം നിന്നാലും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും കമലനും കൂടെ ആ ലോറി ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ട്. പഞ്ചറാവോ മറ്റോ ചെയ്തിരിക്കുക. അവരത് റെഡിയാക്കാനായിട്ട് നോക്കുക. ഈ ഒരു കാഴ്ച ഭാമ കാണുമ്പോ ഓട്ടോ നിർത്തണേ, എന്നിട്ട് ഓട്ടോ ഇറങ്ങി ഇങ്ങനെ നോക്കും. അപ്പൊ ഉണ്ടാവും വിഷ്ണു ആ വലിയ ലോറിയുടെ വലിയ വീൽസ് ഒക്കെ ഇങ്ങനെ അഴിച്ച് അതൊക്കെ ഉരുട്ടിക്കൊണ്ട് പോകുന്നു. അത് ചേഞ്ച് ചെയ്യാനുള്ള ശ്രമമാണ്. ഈ ഒരു കാഴ്ച ഭാമയെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഒരു മുട്ടുസൂചി പോലും എടുപ്പിക്കാതെ വളർത്തിയ മകൻ, കാലിൽ ചെരുപ്പില്ലാതെ മണ്ണിൽ ഇറക്കാത്ത മകൻ, അല്ലലില്ലാതെ വളർത്തിയിട്ട് ഇപ്പതാ നാട്ടു റോട്ടിൽ നിന്ന് അവശനായി പണിയെടുക്കുന്നു. ഈ സമയം വിഷ്ണു ഇങ്ങനെ ആ വീല് മാറ്റുന്ന സമയത്ത് കണലെന്തോ പൊടി പോകുന്നുണ്ട്. അപ്പൊ കമലന് ഓതി കൊടുക്ക. ഇതൊക്കെ കാണുമ്പോ ഭാമയുടെ സങ്കടം ഇരട്ടിയാവാം. ഇതിനാണോ ഞാൻ അവനെ ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവന്നത്? ഇതിനാണോ ഞാൻ കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ സംരക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചത്? എന്റെ മകൻ വിയർത്ത് കുളിച്ചു നിന്ന് പണിയെടുക്കുന്ന ഈ കാഴ്ച എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്റെ യാത്ര ഈ വഴിക്ക് തന്നെ ആക്കിയത്? തിരിച്ചടികൾ തന്നെയാണിത്, ഭാമയുടെ സ്വപ്നങ്ങൾ കൊണ്ടുള്ള തിരിച്ചടികൾ. മകനെ എങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു, അതിനെതിരെയായിട്ടുള്ള വിധിയുടെ ക്രൂരത. വയ്യ, ഈ കാഴ്ച മനസ്സിന് എത്ര മായ്ച്ചാലും പോകില്ല. ഞാനെതിരാണോ എന്റെ മകനെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നത്? എന്റെ ഈശ്വര എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തിൽ കരയണേ. പിള്ളച്ചേട്ടനും ഇത് കാണുമ്പോ സങ്കടാവുന്നുണ്ട്. സത്യമേ, വിഷ്ണു കുഞ്ഞിനെ വിളിക്കണം. വേണ്ട, അവനെ ഞാൻ കണ്ടെന്നറിയണ്ട, വേഗം പോകാം നമുക്ക് എന്ന് പറഞ്ഞ് അവർ ഓട്ടോയിൽ കയറി പോകാണേ. ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴും ഭാമയുടെ മനസ്സിലേക്ക് വിഷ്ണു കാലിൽ ചെരുപ്പിടാതെ ആ വെയിലത്ത് നിന്ന് ഇങ്ങനെ പണി ചെയ്യുന്നതാണ്. അതങ്ങനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടൻ ഇങ്ങനെ ഉമർത്തിരിക്കുക. അപ്പോഴായിരിക്കും ഇവർ ഓട്ടോയിൽ വരുന്നത്. ഭാമ കയറി വരുമ്പോ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ ഭാമേ എന്തായി പോയ കാര്യം, ബ്ലോക്ക് ഓഫീസറെ കണ്ടോ എന്ന് വെക്കുമ്പോ ഭാമ ഒന്നും പറയാതെ അത് കേട്ടിട്ട് അവർ തങ്ങ് മിണ്ടാതെ പോകും. ഇവർക്ക് എന്തോ പറ്റി, എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടല്ലോ. വെള്ള വരുമ്പോ എടോ എന്ത് പറ്റിയിടോ, തന്റെ കൊച്ചമ്മ സങ്കടപ്പെട്ട അകത്തേക്ക് പോയത്. എടോ ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞതുമില്ല, എന്റെ മുഖത്തേക്കൊന്നും നോക്കിയതുമില്ല. അത് വിഷ്ണു കുഞ്ഞിനെ കണ്ടതിന്റെ സങ്കട സാർ. അവനെവിടെ വെച്ച് കണ്ടത്? ഞങ്ങളിങ്ങോട്ട് പോരുന്ന വഴിക്ക് വെച്ച് എന്നിങ്ങനെ പറഞ്ഞ് സംഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്